ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം RRBJയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. എന്നാൽ നോട്ടിഫിക്കേഷനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വേക്കൻസി ഉണ്ടായിരുന്നില്ല. CMA എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. എന്നാൽ RRB ഓൾറെഡി അത് തിരുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അവരുടെ 0/2026 എന്ന് പറയുന്ന കൊറികാണ്ടത്തിൽ അവർ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, അവർ പുതിയ പോസ്റ്റുകളെ പറ്റി നോട്ടിഫൈ ചെയ്തിരിക്കുന്നു. അതായത് നോട്ടിഫിക്കേഷനിൽ ചില തിരുത്തലുകൾ വരുത്തുമ്പോഴാണ് ഇങ്ങനെ ഒരു കൊറികാണ്ടം ഉണ്ടാകുന്നത്. അത്തരത്തിൽ CMAയുടെ 35 വേക്കൻസികൾ കൂടി ആഡ് ചെയ്തുകൊണ്ട് പുതിയ നോട്ടിഫിക്കേഷൻ, അതായത് പുതിയ നോട്ടിഫിക്കേഷനിൽ തിരുത്ത് വന്നിരിക്കുന്നു. പുതിയ നോട്ടിഫിക്കേഷൻ അല്ല, നിലവിലെ നോട്ടിഫിക്കേഷനിൽ ഒരു ആഡ് ഓൺ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഇത് പ്രകാരം മൊത്തം 35 വേക്കൻസികളാണ് ഉള്ളത്. ഇതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് CMA എന്ന് പറയുന്ന പോസ്റ്റാണ്. ഈ ഒരു CMAയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യോഗ്യത എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത് നമുക്കിവിടെ നോക്കാൻ പറ്റും. കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് എന്നാണ് ഈ പോസ്റ്റിന്റെ പേര്. നമ്മൾ സാധാരണഗതിയിൽ ഡിപ്ലോമ ലെവല് ബിടെക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രധാനമായിട്ടും BSc ഡിഗ്രി ഉള്ളവർക്കാണ്, അതായത് സയൻസ് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അവർ തീർച്ചയായിട്ടും ഒരു സബ്സിഡറി പേപ്പറായിട്ട് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ചിരിക്കണം എന്നത് മാത്രമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിന്റെ യോഗ്യത. അപ്പം ഇതിന് മെഡിക്കൽ സ്റ്റാൻഡേർഡും ഉണ്ട്. ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാലറി സ്കെയിലാണ്. സാലറി സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെയുടെ സെയിം സാലറി സ്കെയിൽ തന്നെയാണ് വരുന്നത്. ഇനിയും വേക്കൻസികൾ നോക്കുക, 35 വേക്കൻസികളാണുള്ളത്. വേക്കൻസികൾ 35 ആണ് എന്ന് കരുതി ആരും അപേക്ഷിക്കാതിരിക്കുക. ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നമ്മൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. റെയിൽവേയിലാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത. ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ്. പലർക്കും അറിയുകയില്ല എന്നതുകൂടി നമ്മളിവിടെ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ക്രമത്തിൽ എല്ലാവരും തന്നെ, പ്രത്യേകിച്ചും BSc ഡിഗ്രി ഫിസിക്സും കെമിസ്ട്രിയും ഒരു സബ്സിഡറി പേപ്പറായിട്ട് പഠിച്ചിരിക്കുന്ന എല്ലാവരും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടതാണ്. ഇനിയും ഇതിന്റെ ഒരു അസസ്മെന്റ് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വരുന്നത് നോക്കാം. അത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ടോട്ടൽ വേക്കൻസികളിൽ 15 വേക്കൻസികൾ ഇത്തവണ ചെന്നൈയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ചെന്നൈയിൽ 15 വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റിലേക്ക് അപേക്ഷിക്കുക. പിന്നെ ബാംഗ്ലൂരിലേക്ക് ഒരെണ്ണമാണുള്ളത്. ബാക്കി എല്ലാം നോർത്ത് ഇന്ത്യയിലേക്കുള്ള പോസ്റ്റുകളാണ്. അവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചെന്നൈയിൽ വേക്കൻസി ഉണ്ട്. വളരെ കൂടുതൽ ഓഫ് വേക്കൻസി ആണുള്ളത്. 15 വേക്കൻസി വരുന്ന ഒരു സോണാണ് RRB ആണ് ചെന്നൈയിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെന്നൈയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അത് ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫിസിക്സ് ആണ്, ഫിസിക്സ് മേജർ സബ്ജക്റ്റ് ആയിട്ട് ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. അദ്ദേഹം തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു കെമിസ്ട്രി ഒരു സബ്സിഡറി ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഇവിടെ കണ്ടീഷൻ ഉള്ളൂ. അവർക്കത് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. രണ്ടാമതായിട്ട് കെമിസ്ട്രി ആണ്. കെമിസ്ട്രി മേജറായിട്ട് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് സബ്സിഡറി ആയിട്ട് പഠിച്ചിരിക്കണം എന്നത് മസ്റ്റ് ആണ്. ഇനി ഇതല്ലാത്ത ഏതൊക്കെ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ അടുത്ത സയൻസുകാർ, അതായത് BSc ഡിഗ്രി ഉള്ളവര് ഫിസിക്സും കെമിസ്ട്രിയും മസ്റ്റായിട്ട്, അതായത് 2 സബ്ജക്റ്റും സബ്സിഡറി ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ് മാനദണ്ഡം. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് BSc ഡിഗ്രി ഹോൾഡർ ആണ്, പക്ഷേ നിങ്ങൾ സബ്സിഡറി ആയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിരിക്കണം. ഏതെങ്കിലും ഒന്ന് പോരാ, 2ഉം സബ്സിഡറി ആയിട്ട് പഠിച്ചവർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. പൊതുവേ മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകൾക്കാണ് ഈ ഒരു അവൈലബിലിറ്റി കിട്ടുന്നത്. എന്നാൽ ഇതല്ലാതെ ഏതെങ്കിലും സയൻസ് ഡിഗ്രി നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും സബ്സിഡറി എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിന്റെ ഏജിന്റെ കണ്ടീഷനിലേക്ക് പോകാം. ഇതിൽ ചില നിലവിലെ ഏജ് ലിമിറ്റ് തന്നെയാണ്, അതായത് ജൂനിയർ എഞ്ചിനീയറിന്റെ ഏജ് ലിമിറ്റ് തന്നെയാണ് എവിടെയും ബാധകമായിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 33 വയസ്സിനകത്ത് പ്രായമുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്. ആ ഒരു പ്രായത്തിലുള്ളവർ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. SC, ST, OBC വിഭാഗങ്ങൾക്ക് ഇളവ് ലഭിക്കുന്നതായിരിക്കും. SC വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവുമാണ്. ഇതിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് വെരിഫിക്കേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് മറക്കരുത്. അത് തഹസിൽദാർ നൽകുന്ന സെൻട്രൽ ഗവൺമെന്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഇനിയും ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ലെവലാണ്. B1 അത്ര ഡിഫിക്കൽട്ടി ലെവലുള്ള മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒന്നുമല്ല. കണ്ണുകൾക്കൊക്കെ അത്യാവശ്യം കാഴ്ച വേണം എന്ന് മാത്രമേ ഉള്ളൂ. അത്ര പേടിക്കേണ്ടുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒന്നും ഇവിടെ വരുന്നില്ല. ഇനിയും ഇതിന്റെ ഡേറ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റുകൾ നമ്മൾ പറയാം. നമ്മൾ അപേക്ഷിക്കാനുള്ള സമയം ഓൾറെഡി ഓപ്പൺഡ് ആണ്. ഇനിയും ഇതിന്റെ അവസാന തീയതിയാണ് 13/9/2026 അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. അവസാന തീയതി വരെ ഒന്നും കാത്തിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കുക. രണ്ടാമതായിട്ട് ഇതിന്റെ ഫീ പേയ്മെന്റ് ചെയ്യാനുള്ള തീയതി അവർ 2 ദിവസം കൂടി കൂട്ടി നൽകിയിട്ടുണ്ട്. അതിലും നിൽക്കണ്ട, നിങ്ങൾ അപേക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുക, ഇതിന്റെ ഫീ കൂടി അടച്ചു പോവുക. ഇനി സ്ത്രീകൾക്ക് അതുപോലെ തന്നെ SC ST വിഭാഗങ്ങൾക്ക് ഫീസ് അളവുമുണ്ട്. ഫീസ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക്
കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അതായത് നിങ്ങൾക്ക് അപേക്ഷ ആപ്ലിക്കേഷൻ തിരുത്താനുള്ള വിൻഡോ ഉണ്ട്. അത് 16 സെപ്റ്റംബർ ആണുള്ളത്. അതിന് നിൽക്കരുത്. കാരണം സെപ്റ്റംബറിലൊക്കെ തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് കാശ് പോകും. അതുപോലെ തന്നെ നമ്മൾ വെക്കുന്ന RRBകളൊന്നും മാറ്റാനും പറ്റില്ല. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പൊ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മുമ്പിൽ ഈ ഒരു CMA സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ചെന്നൈ തന്നെയാണ്. അപ്പൊ ചെന്നൈ എല്ലാവരും വെക്കുക. ഇനിയും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി, അതായത് നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിരുന്നത് 3993 വേക്കൻസി ആയിരുന്നു. എന്നാൽ അതിനെ തിരുത്തിക്കൊണ്ട് 4029 വേക്കൻസി ഉയർത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ മറക്കണ്ട, വളരെ പ്രധാനപ്പെട്ട ഒരു കരിയർ ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങുക. അതിനുള്ള കോച്ചിങ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും CMA ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. മറക്കണ്ട, ഇത് ടെക്നിക്കൽ പോസ്റ്റിലുപരി സയൻസ് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. സബ്സിഡറി ആയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുള്ള ഏതൊരാൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. എല്ലാവരും അപേക്ഷിച്ച് തയ്യാറെടുക്കുക. മത്സരം പൊതുവെ കുറവുള്ളൊരു പോസ്റ്റാണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗ് ആണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുക. അതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവുന്ന ഫില്ല് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഗുഡ് ബൈ.